എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം പാചകമൊന്നുമല്ല കേട്ടോ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും, ഒരു വീഡിയോ ഇടും, അതും ഷോർട്സ് ഇടും, പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നീടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് ഒരു കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തിരക്കൊക്കെയാണ്. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം, സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി കേട്ടോ. പിന്നെ എന്നാലും പൂർണ്ണമായിട്ടൊന്നും ഷിഫ്റ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു, ഒരു കുഞ്ഞ് അടുക്കളയിൽ ഇത് വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഇതൊക്കെ തുടങ്ങിയതും എല്ലാം. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു അടുക്കളയാണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ബാത്റൂം, പിന്നെ ഒരു ബാൽക്കണി, ഇത്രയേ ഉള്ളൂ. അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മാറാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണം വെച്ചാൽ നമ്മൾ അവിടെ ഇപ്പോൾ എത്ര ഏകദേശം ഒരു 15 വർഷത്തോളമായി ശരിക്കും നമ്മൾ അവിടെ കോട്ടേഴ്സിൽ ഫസ്റ്റ് മാറി. അങ്ങനെ ഒരു 15 വർഷമായിട്ട് അവിടെ കോട്ടേഴ്സിൽ തന്നെയാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അവിടെ തന്നെ. മോള് ജനിക്കുമ്പോൾ, കുഞ്ഞ് ജനിക്കുമ്പോഴത്തേനും അവിടെയാണ്. കണ്ണനൊരു 2.5 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേനും നമ്മൾ അവിടെ അങ്ങോട്ടേക്ക് മാറിയതാണ്. ഇപ്പൊ ആൾക്ക് 18 വയസ്സായി. അവിടെയാണ് കുഞ്ഞു ഉണ്ടായതെല്ലാം അവിടെയാണ് ശരിക്കും. വളരെ എന്താ പറയാ, അവിടെ നിന്ന് പോരാനായിട്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെന്ന് പറഞ്ഞാൽ വെള്ളം തീരെ വെള്ളം ഉണ്ടാവില്ല. നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെന്ന് പറഞ്ഞാല് മെയിൻ്റനൻസ് ഒന്നും അവര് നമ്മളുടെ തന്നെ കയ്യിലെ കാശെടുത്തിട്ട് പിന്നെ മെയിൻ്റനൻസ് നമുക്ക് അകത്ത് ചെയ്യാൻ നോക്കാം. പക്ഷെ പുറത്തൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടിട്ടും കൊതുകിന്റെ ശല്യമൊക്കെ ധാരാളം ഉണ്ട്. എനിക്കും ഡെങ്കി ഫീവർ വന്നു, കുഞ്ഞിന് ഡെങ്കി വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് നെഗറ്റീവ്സ് നമ്മളുടെ എന്താ പറയാ ലൈഫിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ വന്നപ്പോൾ നമുക്കൊന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറണം എന്ന് തോന്നി ശരിക്കും. ആ ഒരു ഓർമ്മകൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായപ്പോൾ എന്നാൽ നമുക്ക് എന്നാ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നു. നമ്മളൊരു വർഷത്തോളം അവിടെ നിന്ന് മാറിട്ടോ. കണ്ണിന് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ 1 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1 വർഷം അവിടെ അടച്ചിട്ടപ്പോൾ തന്നെ അവിടെ കുറെ ചെതലും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്ത് ചെതലിനെ കളയാൻ നോക്കിയിട്ടും പോണില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ എന്നാൽ നമുക്കൊരു വീടെടുത്ത് മാറാം എന്നുള്ള സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു കണ്ണിന് ചെറിയൊരു വയ്യായികയൊക്കെ വന്നത്. ചെറുതെന്ന് പറഞ്ഞ പോലെ വലിയൊരു വയ്യായിക വന്നത്. അതൊന്നും നമ്മൾ എന്താ പറയാ, ഞാൻ അങ്ങനെ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്താ പറയാ, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ലൈഫിലോട്ട് എന്താ പറയാ, വേറൊരു വീടെടുത്ത് മാറി. അങ്ങനെ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടായിരിക്കും. വീടെടുക്കണം എന്നൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ മുൻകൂട്ടി അങ്ങനെ നോക്കി അങ്ങനെയൊന്നുമല്ല കേട്ടോ. പെട്ടെന്നൊരു ദിവസമായിരുന്നു അല്ലേ കുഞ്ഞു. പെട്ടെന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലെ കൂടി പോയപ്പോൾ വെറുതെ സാധാരണ ഒന്നിനും ഞാൻ കുറെ പറഞ്ഞേക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറെ പറയുമ്പോഴാണ് ശ്യാം ചെയ്യണത്. ഇതിപ്പോ പെട്ടെന്നൊരു നമ്പർ കണ്ടു, വീടിന്റെ റെന്റെന്നൊന്ന് വിളിച്ചു നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ശ്യാം ഇങ്ങനെ വെറുതെ ആ നമ്പറിൽ വിളിച്ചു. അങ്ങനെ അന്ന് ഞങ്ങൾ ആ ഒരു ബ്രോക്കറിന്റെ നമ്പറായിരുന്നു. പുള്ളിക്കാരൻ കൊണ്ട് ഒരു 2-3 വീടുകൾ കാണിച്ചത്. അപ്പൊ അത് ഏത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ വീടൊക്കെ കാണിച്ചത്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 2 വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കണം. അതിനുശേഷമാണ് ഈ വീട് കാണിച്ചത്. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. താഴെ ഓണറും ഫാമിലിയും താമസിക്കുകയാണ്. അപ്പൊ ഈ വീട് കാണിച്ചെന്നു. അപ്പൊ ഈ വീട്ടില് ഇങ്ങനെ കയറിയപ്പോ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ വന്നത് കേട്ടോ. നോക്കാം എന്നുള്ള രീതിയിൽ 2-3 വീടൊക്കെ കണ്ടു നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. പക്ഷെ ഈ വീട്ടിലോട്ട് കയറിയപ്പോ തന്നെ എനിക്ക് ഈ ഒരു പിക്ചർ കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. കൃഷ്ണനും രാധയും കൂടിയിട്ടുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നത് കൂടുതലും പൂർണ്ണത്രേശന്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് പൂർണ്ണത്രേശന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ ശ്യാമിനോട് പറഞ്ഞു, നമ്മൾ വീട് വാങ്ങിക്കുന്നിടത്ത് എനിക്ക് ഫ്രെയിം ചെയ്തിട്ട് പൂർണ്ണത്രേശന്റെ ഫോട്ടോ ഒരു ചെറുത് എനിക്ക് വേണം, വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ വേണം. മറ്റേ കൃഷ്ണന്റെ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ, ഒരുപാട് സരസ്വതിയുടെ അങ്ങനെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. പൂർണ്ണത്രേശന്റെ ഫോട്ടോ ഇല്ല, പകരം ഞാനൊരു ഫ്രെയിം ചെയ്യാത്തൊരു പടമാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ എനിക്ക് ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഓൾറെഡി പൂർണ്ണത്രേശന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കാണിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വലിയൊരു ഫോട്ടോ ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് ഭയങ്കര ഒരു എനിക്ക് ഇത് മതി എന്നുള്ളൊരു തോന്നൽ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ അന്ന് തന്നെ നമ്മള് വന്ന് കണ്ടു. അപ്പൊ തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. ആ മാസം തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ എഗ്രിമെന്റ് എഴുതി. ഈ മാസമാണ് ഇതെല്ലാം നടന്നത്. ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഇതൊക്കെ കൊണ്ടുതന്നെ ആ സോഫയൊക്കെ അവിടെ ഇട്ടിരുന്ന സോഫയൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്തു. ഒരു ദിവാങ്കോട്ട് ഒരെണ്ണം വാങ്ങിച്ചു. അത് കുറച്ച് ആ സോഫയൊക്കെ എന്താ പറയാ, കുറച്ച് ഇതൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അവിടെ നിന്ന് മാറണമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായത് കാരണം അതൊക്കെ ഡിസ്പോസ് ചെയ്തു. പിന്നെ ഈ ചെയർ വരാനുണ്ട്, കട്ടിലൊക്കെ കൊണ്ടുവന്നു. ഇനി 2 AC 2 അത് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, അതൊന്നും അവിടെ എടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞിന്റെ പിയാനോ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, പിയാനോയുടെ സ്റ്റാൻഡ് മാത്രം കൊണ്ടുവന്നു, പിയാനോ എടുത്തിട്ടില്ല. TV എടുത്തിട്ടില്ല, TV കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ ഫോട്ടോസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിലവിളക്ക് ഒരു വലിയ നിലവിളക്ക് ഉണ്ടായിരുന്നു, അന്ന് കയറിയപ്പോഴത്തേനും ഒരു നിലവിളക്ക് കത്തിച്ച് പാലൊന്ന് കാച്ചി, വേറെ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ സ്വന്തം വീട് വെക്കുമ്പോഴത്തേനും ചെയ്യണം ഇങ്ങനെ പാല് കാച്ചലൊക്കെ ഉണ്ട്. പിന്നെ അച്ഛന്റെ നിർബന്ധത്തിന് ജസ്റ്റ് ഒന്ന് പാല് കാച്ചി വിളക്കും കത്തിച്ച്, വിളക്ക് കത്തിക്കണമല്ലോ നമുക്ക് എപ്പോഴും വീട്ടില്. അത് മാത്രം ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 2 ബെഡ്റൂം, ഹോള്, കിച്ചൺ. അത് കുഞ്ഞു കിച്ചണാണ്. അവിടെ എന്ന് വെച്ചാൽ ഒട്ടും സ്പേസ് ഇല്ല കിച്ചണില്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണിക്കാൻ പോലുള്ള ഇല്ല. ഞാൻ ആ നിൽക്കുന്ന അത്രയും സ്പേസ് എന്റെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ നിൽക്കുന്ന ആ സ്പേസ് മാത്രമേ അതിനുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ഒരു പൈപ്പും ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരാൾക്ക് ഇങ്ങനെ ഞെരുങ്ങി നിൽക്കാവുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. അങ്ങനെ ഇത് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബാത്റൂം ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ഇത്രയും വീട്ടിനുള്ളൂ. അപ്പൊ എന്താണ്, അപ്പൊ ആ ഒരു കാര്യം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഏതാ. അപ്പൊ കുഞ്ഞു ഇങ്ങോട്ട് വീട് കാണിക്കുന്നില്ല മൊത്തത്തിലെന്ന് എന്നോട് ചോദിക്കാം. ഇങ്ങനെ ആകെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന കുഞ്ഞാട്ടോ. അപ്പൊ കുഞ്ഞു ഇങ്ങോട്ട് കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഹോം ടൂർ ആയിട്ട് കാണിക്കാം കുഞ്ഞു. ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഹോം ടൂർ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഹോം ടൂർ കാണിക്കാനുള്ള ഒരു ഹോമൊന്നും ഇല്ല. വീട് സ്വന്തമായിട്ട് വെക്കുമ്പോഴത്തേനും, ഇതിപ്പോ സ്വന്തം വീട് വെച്ചില്ലെങ്കിൽ കൂടി നമ്മുടെ വാടക വീട് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. അവിടെ സ്വന്തമായിട്ട് തന്നെ കരുതിയിരുന്നത്, ഇവിടെ സ്വന്തമായിട്ടെങ്കിൽ അവിടത്തെയൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ എല്ലാ റൂംസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പിന്നീട് ഞാൻ എല്ലാ റൂംസൊക്കെ കാണിക്കാം. അപ്പൊ അങ്ങനെ കാണിക്കാനുള്ള ഞാൻ ഈ ഒരു വിവരം പറയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനിയുള്ള നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കിച്ചണും എല്ലാം ഇവിടെ ആയിരിക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത സിനിമ